ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അതില് ഒരു 2 കാര്യം ഞാൻ പറയാം. ഒന്ന് വന്നിട്ട് ഒരു അമ്മ, മീനാക്ഷി എന്നാണ് പേര്. ചോദിച്ചപ്പം ഒരു ഹിന്ദിക്കാരിയാണ്. മീനാക്ഷി എന്നാ പേര് പറഞ്ഞത്. പേര് പറയാൻ പോലും അവർക്ക് ഇതില്ല. ഞാൻ ആഹ്, അവിടെ റെയിൽവേയില് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് പല സ്റ്റേഷനുകളിലും നമുക്ക് ഡ്യൂട്ടി അറേഞ്ച് ചെയ്യും. ഡ്യൂട്ടി തരും. അതായത് നോർത്ത് സ്റ്റേഷൻ, അതുപോലെ തന്നെ ആലുവ അങ്ങനെയുള്ള സ്റ്റേഷനിലൊക്കെ. ഞാൻ എവിടെ പോകുമ്പോഴും ഇങ്ങനെയുള്ള ആളുകളുണ്ടോ എന്നുള്ള എൻ്റെ എൻ്റെ തിരച്ചിൽ മുഴുവൻ അങ്ങനെയുള്ള ആളുകളുണ്ടോ? അവരെ ഷെൽട്ടർ ചെയ്യാം എന്നുള്ള ആ ഒരു ഇതാണ് എൻ്റെ ചിന്തകൾ മുഴുവനും. അപ്പോ ഒരു ദിവസമുണ്ട് ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടുന്ന് ഓപ്പോസിറ്റ് നോക്കുമ്പോഴുണ്ട് കുറേ പട്ടികളിങ്ങനെ ചുറ്റിനും കിടന്ന് ഇരിക്കുന്നത് ഒരു ഒരു എന്തോ ഒന്നിങ്ങനെ ചുരുണ്ട് കിടക്കുന്ന പോലെ ഒരു ഫീലിംഗ്. ഞാൻ പിന്നെ അത് സ്റ്റെയർകേസ് കയറി അപ്പുറത്ത് വന്ന് നോക്കിയപ്പോഴുണ്ട് ഒരു ലേഡി. അതായത് അവിടെ ചുറ്റിനും മലമൂത്ര വിസർജനം ചെയ്തിട്ടൊരു ലേഡി ഇരിക്കുന്നു. എല്ലാവരും മാറി മാറി പോകുന്നു. അവർക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഈ മുരുകനെ വിളിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു ടീം വന്നു. അവിടുന്ന് ഒരു ഓട്ടോ അറേഞ്ച് ചെയ്തു. എന്നിട്ട് ഇവരെ നമ്മള് പൊക്കിയെടുത്ത് ആ ഓട്ടോയിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ ദൗത്യം അവിടുന്ന് കഴിഞ്ഞു എന്ന് വിചാരിച്ചു. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, അതായത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുമ്പോഴാണ് ഇവരെ ഞാൻ കയറ്റി വിട്ടത്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോഴുണ്ട് അവര് മുടിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പുതിയൊരു നൈറ്റി ഇട്ടിട്ടുണ്ട്. ആള് ആ സെയിം ആള് തന്നെയാ. അങ്ങനെ ഞാൻ വിളിച്ചു ചോദിച്ച്. അപ്പൊ മുരുകൻ ഞാനൊരു അമ്മേനെ തന്നില്ലേ, അവരിങ്ങനെ ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അവരെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും തോന്നുന്നു എന്ന് പറഞ്ഞു. മാഡം ടെൻഷൻ അടിക്കണ്ട. ആ ഒരു ഓട്ടോയിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ അവരെ നോക്കിക്കോളാം, നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ അവരെ കൊണ്ടുപോയി. അവിടെ പോയിട്ട് അവരെ കുളിപ്പിക്കുമ്പോഴാണ് അറിയണത് അവരുടെ ഗർഭപാത്രം പുറത്തേക്ക് തള്ളി തറയില് കിടക്കുവാണ്. അതിങ്ങനെ അഴുകി പസ്സൊക്കെ വന്ന് വല്ലാത്തൊരു അവരെ അടുത്തേക്ക് ആർക്കും പോകാൻ പറ്റില്ല. കാരണം അത്ര സ്മെല്ലാ. അതൊക്കെ ഇങ്ങനെ പഴുപ്പൊക്കെ ആയിട്ട് അത്ര സ്മെല്ലായിരുന്നു. നമ്മളതിനെ അങ്ങനെ അതൊരു ഇൻസിഡൻറ്റ്. അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ തന്നെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു പ്രാവശ്യം ആളുകളൊക്കെ അവരിങ്ങനെ മാറ്റി ഓടിക്കുന്നു. ഇവിടുന്ന് പോന്ന് പറഞ്ഞാൽ ഓടിക്കുന്നു. അവിടുത്തെ സ്റ്റാഫുകളും മറ്റുമൊക്കെ റെയിൽവേയുടെ ആൾക്കാരൊക്കെ. അപ്പം ഞാൻ ഇതെന്താ എന്താണെന്ന് നോക്കുമ്പോഴുണ്ട് പുള്ളി തലയിലൂടെ ഒരു തോർത്തിട്ടുണ്ട്. ഒരു വെള്ള തോർത്താണ്. വെള്ള തോർത്ത് പോയി മഞ്ഞയായിട്ടുണ്ട്. അപ്പം അപ്പോൾ എന്താ ഭക്ഷണം കഴിച്ചാ? എന്താണെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, "ഇല്ലമ്മാ സാപ്പിട യാരുമേ കുടുക്കല." ഞാൻ പിന്നെ വേഗം ഭക്ഷണം വാങ്ങിച്ച് കൊടുത്തു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റി? എന്താ ഇവിടെ ഇങ്ങനെ ഒഴുകുക, ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതായത് പഴുപ്പ് ഉള്ള ഒരു ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇവിടെ. ഈ ഭാഗത്തായിരുന്നു. ഇടതുവശത്തായിരുന്നു. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ തോർത്തിങ്ങനെ മറച്ചിരിക്കുകയായിരുന്നു. ഈ തോർത്തിനിങ്ങനെ പതുക്കെ ഇങ്ങനെ മാറ്റി കാണിച്ചു. ഇവിടെ മൊത്തം ക്യാൻസർ വന്ന് ഇത്രയ്ക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നു. പഴുത്ത് ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ തന്നെ മുരുകനെ വിളിച്ചു. ആംബുലൻസ് വരുത്തിച്ചു. അങ്ങനെ അത് ഈ തോർത്തൊന്ന് മാറ്റി വേറെ തോർത്താക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തതെന്താ വെച്ചാല് അവിടെയുള്ള എന്താണ് ചുമട്ടുതൊഴിലാളികളില്ലേ, അവരടുത്ത് ഞാൻ ബെഗ് ചെയ്തു. "എനിക്ക് തോർത്ത് തരുമോ? ഇവരെ ഒന്ന് പുതയ്ക്കണം" എന്ന് പറഞ്ഞിട്ട് തോർത്ത് തരുമോ? ഞാൻ വാങ്ങിച്ചു തരാം, പുതിയത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അവരെ തോർത്ത് വാങ്ങിച്ച് അതിൽ പുതച്ച് ഒരു ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ്. എന്താ പറയുക, അത് ഇപ്പോഴും അതായത് അദ്ദേഹത്തിന് സേലത്തുള്ള ആളാണ്. ആറുമുഖൻ, ഷൺമുഖൻ എന്നാണ് പേര്. അങ്ങനെ എന്താ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു അമ്മയുടെ പേര്. അവരുടെ വെയറബൗട്ട്സ് ചോദിച്ചപ്പോഴാണ് ഇവര് മുംബൈയില് എന്താണ് ഇത് ഗർഭപാത്രമൊക്കെ പുറത്ത് പോയ ഒരു അമ്മ എന്ന് പറഞ്ഞില്ലേ, അവരുടെ കാര്യം ചോദിച്ചപ്പോഴാണ് അവരെ അന്വേഷിച്ചപ്പോഴുണ്ട് അവര് ഇവിടെ മുംബൈയില് കാമാത്തിപുര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ട്രീറ്റിൽ ജീവിച്ച ഒരു ലേഡിയാണ്. അവരുടെ മക്കളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ഇതും കഴിഞ്ഞപ്പോൾ അവരെ അങ്ങ് ഉപേക്ഷിച്ചു. അതൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ ഇത്രയേ ഉള്ളൊരു മനുഷ്യൻ്റെ ജീവിതം.
അവർക്കൊരു വയ്യായിക വന്നാൽ എത്ര ആരോഗ്യവും സൗന്ദര്യമുള്ള ഒരു മനുഷ്യനാണെങ്കിലും ഒരു അസുഖം വന്ന് അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈവൻ ആരാണെങ്കിലും സംഭവിക്കാവുന്നൊരു കാര്യമാണ്. പിന്നെ ഒരു പിന്നെന്ന് വെച്ചാൽ പിന്നൊരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു അച്ഛൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഒരു അച്ഛനാണ്. ഒരച്ഛന് ഇതുപോലെ ഒരു എൻ്റെ ഒരു പേട്ടിയെടുത്ത് അതായത് ഒരു മനോരമ പത്രം ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ പത്രത്തിൽ അച്ഛൻ്റെ ഫോട്ടോയും എൻ്റെ ഫോട്ടോയും കണ്ടിട്ട് ഗൾഫിലുള്ള ഒരാൾ വിളിച്ച് ഈ അച്ഛൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ ഒരു പോലീസുകാരി കണ്ടെത്തിയിട്ട് അവിടെ ഷെൽട്ടർ ചെയ്തിട്ടുണ്ട്, ഒന്ന് അവരെ വിളിക്കുമെന്ന്. പിന്നെ അവർ മനോരമ പത്രത്തിൽ വിളിച്ചു ചോദിച്ച് എൻ്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് വിളിച്ച് സംസാരിച്ചു. അച്ഛന് ഓർമ്മക്കുറവുള്ള ഒരച്ഛനാണ്. തിരുവനന്തപുരത്ത് രാവിലെ നടക്കാൻ ഇറങ്ങുന്ന അച്ഛനാണ്. സാധാരണ എപ്പോഴും നടന്ന് വീട്ടിലെത്തുന്നതാണ്. ഒരു ദിവസം കണ്ടില്ല. അവിടെ മാൻ മിസ്സിങ്ങിന് കേസൊക്കെ കൊടുത്തു. എന്നിട്ടും കണ്ടൊന്നുമില്ല. അങ്ങനെ ആ ഓർമ്മയില്ലാതെ സ്ഥലമൊന്നും അറിയാണ്ട് അങ്ങനെ ട്രെയിനും കയറി വന്നതാണ്. ആ അച്ഛനെ തിരിച്ചു കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ആലുവയിൽ ഇതുപോലെ ഞാനൊരു ഡ്യൂട്ടിക്ക് നിൽക്കുമ്പം ഒരച്ഛൻ അവരുടെ അടുത്ത് സംസാരിച്ച് അവരെ നമ്മൾ ഇതുപോലെ ഷെൽട്ടർ ചെയ്തു. പക്ഷേങ്കിൽ അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാം അവർക്ക് ചില ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. വാക്കറിൽ പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ അച്ഛൻ. അപ്പോൾ എവിടുന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ കർണാടക സ്റ്റേറ്റാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫോൺ നമ്പർ ചോദിച്ചപ്പം ഫോൺ നമ്പർ പറഞ്ഞു തന്നു. അല്ല, അച്ഛൻ്റെ ഇതിൽ പേഴ്സിൽ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ മോനെ വിളിച്ച് പറഞ്ഞു. ആ മോനെ വരുത്തിയിട്ട് അവരെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഷെൽട്ടർ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഗുണമുണ്ട്. കാണാതെ പല ആളുകളും ആളെ തിരിച്ചറിയാൻ പറ്റാണ്ടൊക്കെ താടിയും മുടിയൊക്കെ വന്ന് സ്വാഭാവികമായിട്ട് അവരെ തിരിച്ചറിയില്ല. അവരുടെ ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് തിരിച്ചറിയില്ല. വർഷങ്ങളായിട്ട് കാണാതായ ആളുകൾക്ക് നമ്മൾക്ക് തിരിച്ച് അവരുടെ മക്കളെ ഏൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്.